അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിൽ സംഭവം വന്നിട്ടുണ്ട്. അമ്പലനടയിലാണ് ആക്ച്വലി ഞാൻ പൊങ്കാല ഷൂട്ട് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് എപ്പോഴും വരുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു ക്രൗഡ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഗൈസ്. എല്ലാ ഭക്തജനങ്ങളും പൊങ്കാല അടിച്ച് തീ കത്തിക്കാവുന്നതാണ്. എല്ലാവരും പ്രണാമം. എല്ലാ ഭക്തജനങ്ങളും സർവ്വമാണ്. ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാലിലെ അമ്മ ലോകർക്കേവർക്കും ആശ്വാസമേഖനായി സ്വയംഭൂവായി വന്ന ദേവിയാണ്. തിരുവനന്തപുരത്തിന്റെ മഹിമ നിലനിർത്താൻ പ്രത്യക്ഷ അവതാരം ചെയ്ത ദേവിയാണ് ആറ്റുകാൽ ഭഗവതി. ഈ വർഷത്തെ എല്ലാ ഭക്തരുടെയും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം നടത്തിപ്പോയി പ്രണാമം. അമ്മേ ശരണം. നിർബന്ധത്തിരിക്കില്ല, കത്തിക്ക് കുഴപ്പമില്ല, കത്തിച്ചു കുഴപ്പമില്ല. ഇത് അമ്മ ആവശ്യമില്ലാത്ത ആൾക്കാർ വരല്ലേ പോയിക്കോ. എല്ലാ അമ്മമാരുടെയും ശ്രദ്ധയ്ക്ക് തീ പകരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള വസ്തുക്കളിൽ തീ പിടിക്കാതെ നോക്കുക. നിങ്ങളുടെ മുന്നിലും പിന്നിലും പൊങ്കാലക്കലങ്ങളുണ്ട്, അവയും ഒന്നുകൂടെ നോക്കുക. നിങ്ങളുടെ അടുത്തുള്ള വസ്തുക്കളിൽ തീ പിടിക്കാതെ നോക്കുക. എല്ലാ അമ്മമാരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ മുന്നിലും പിന്നിലുമായിട്ട് പൊങ്കാലക്കലങ്ങളുണ്ട്, ശ്രദ്ധിച്ച് നിൽക്കുക. എല്ലാ അമ്മമാരുടെയും ശ്രദ്ധിക്ക് നിങ്ങളുടെ മുന്നിലും പിന്നിലുമായിട്ട് പൊങ്കാലക്കലങ്ങളുണ്ട്, അവ സൂക്ഷിച്ചു നിൽക്കുക.
വാങ്ങിക്കാൻ കിട്ടുന്നില്ല നമുക്ക് വെള്ളം എടുക്കാൻ നമ്മൾ കാണുന്നത് അങ്ങനെ കൂട്ടായി ചേർന്നതുകൊണ്ട് ഈ ലക്ഷക്കണക്കായ ഭക്തജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവരൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി എന്തൊക്കെ പരിമിതികൾ തരണം ചെയ്തിട്ട് വേണം അവരിങ്ങനെ ഈ ഒരു ദിവസം ഇത്രയധികം ഇത്രയധികം മനുഷ്യരെ ഒരു നഗരം ഉൾക്കൊള്ളുന്നതിനായി എന്തൊക്കെ തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ വേണം എന്ന് നമുക്കറിയാം. പക്ഷേ അതിനെല്ലാം ഒരുങ്ങിക്കൊണ്ട് വളരെ നന്നായി തന്നെ വളരെ ആതിഥേയ മര്യാദയോടുകൂടി തന്നെ ഈ ഭക്തലക്ഷങ്ങളെ സ്വീകരിക്കുന്ന ഒരു നഗരത്തെ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളാൻ നഗരത്തിന് പരിമിതി ഉണ്ടെങ്കിൽ ആ പരിമിതികളെ മറന്നുകൊണ്ട് എത്രയോ ലക്ഷം